മുണ്ടക്കൈ ചൂരൽമലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ആ സ്നേഹ സേവന പ്രവർത്തനങ്ങളെ അഥവാ കുഞ്ഞാപ്പ വിശേഷിപ്പിച്ച ഹൃദയം കൊണ്ട് പണിത വീടുകൾ എന്ന അർത്ഥത്തിൽ വിവക്ഷിക്കുന്ന ആ വീടിൻ്റെ താക്കോൽ കൈമാറ്റ ചടങ്ങിൽ ആ ദാനമെന്ന വാക്ക്, താക്കോൽ ദാനമെന്ന വാക്ക് ഉപേക്ഷിച്ച് താക്കോൽ കൈമാറ്റം എന്ന് തന്നെ ആക്കണമെന്ന് നിർബന്ധം പിടിച്ച സാദിഖ് അലി തങ്ങളുടെ സാന്നിധ്യവും അദ്ദേഹം ജനങ്ങളോട് അല്ലെങ്കിൽ ജനങ്ങളുടെ സാന്നിധ്യത്തിൽ ജനങ്ങളുടെ സാമീപ്യത്തിൽ കാണിച്ച ആ പ്രതികരണ രീതിയും ഒക്കെയും സത്യത്തിൽ സമൂഹത്തിൻ്റെ ഇന്നത്തെ കാലത്ത് ഉൾക്കൊള്ളേണ്ട ചില പാഠങ്ങളുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ മാനവികതയും അല്ലെങ്കിൽ ഇത്രയും മഹോന്നതമായ നന്മകളൊക്കെ ചെയ്യുന്നതിന് കാരണമാകുന്ന ഒരുപക്ഷെ അതിൻ്റെ താക്കോൽ കൈമാറ്റ ചടങ്ങിൽ റഹ്മാനും റഹീമുമായ ഒരു നാഥൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാവണം വിശ്വാസികളായ സമൂഹം എല്ലാ നന്മകൾക്കും തുടക്കം കുറിക്കുന്നത്. ആ റഹ്മാനും റഹീമും എന്ന വാക്കിൻ്റെ പരമമായ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇത്തരം സ്നേഹസേവന പ്രവർത്തനങ്ങളുടെ ഒരു മാതൃക കൂടുതൽ ബോധ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്ന് കേൾക്കാം. പരമകാരുണികൻ, കരുണാനിധി എന്നിങ്ങനെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് റാ, ഹ, മീം എന്നീ അക്ഷരത്രയത്തിൽ നിന്നുണ്ടായ പദങ്ങളിൽ ഒന്നാണ് റഹ്മത്ത്. ഈ അക്ഷരത്രയം അങ്ങേയറ്റത്തെ സ്നേഹത്തെയും വാത്സല്യത്തെയും കാരുണ്യത്തെയും അനുകമ്പയെയും എല്ലാം ദ്യോതിപ്പിക്കുന്നതാണ്. ഗർഭസ്ഥ ശിശുവിനെ വഹിക്കുന്ന ഗർഭാശയത്തെ വിളിക്കുന്ന റഹം ഈ ത്രയത്തിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. ആര് എന്തിന് നൽകുന്നു എന്ന് പോലും അറിയാതെ അമ്മയുടെ വയറ്റിൽ കുഞ്ഞനുഭവിക്കുന്ന സുരക്ഷിതത്വത്തെയും വാത്സല്യത്തെയും കാരുണ്യത്തെയും എല്ലാം റഹം എന്ന പദം ഉൾക്കൊള്ളുന്നു. ഇതേപോലെ തിരിച്ചൊന്നും ലഭിച്ചില്ലെങ്കിലും പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രമായ അനുകമ്പയെയും കാരുണ്യത്തെയും ദ്യോതിപ്പിക്കുന്ന പദമാണ് റഹ്മത്ത്. സ്നേഹം എന്നർത്ഥമുള്ള മവദ്ദത്ത്, ഹബ്ബ് എന്നീ പദങ്ങളെക്കാൾ ഉയർന്നതാണ് റഹ്മത്തിലൂടെ ഉണ്ടാവുന്ന ബന്ധം. സ്വന്തം താല്പര്യത്തിന് വേണ്ടി സ്നേഹിക്കുന്നതാണ് ഹബ്ബ്. തിരിച്ച് സ്നേഹം ലഭിക്കുന്നതിന് വേണ്ടി മറ്റേയാളെ സ്നേഹിക്കുന്നതാണ് മവദ്ദത്ത്. തിരിച്ചു ലഭിക്കണമെന്ന നിബന്ധനയോ സാർത്ഥമായ ഏതെങ്കിലും താല്പര്യമോ ഇല്ലാതെ ഒരു വശത്തേക്ക് മാത്രം ഒഴുകുന്ന പരിഗണനയുടെയും അനുകമ്പയുടെയും വാത്സല്യത്തിന്റെയും പ്രവാഹമാണ് റഹ്മത്ത്. സ്വന്തം അസ്തിത്വത്തിൽ കാരുണ്യത്തെ രേഖപ്പെടുത്തിയവനായാണ് അള്ളാഹുവെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. എന്റെ കാരുണ്യം സകല വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കുന്നുവെന്നും അള്ളാഹു പറഞ്ഞിരിക്കുന്നു. നിശ്ചയം എന്റെ കാരുണ്യം എന്റെ കോപത്തെ മുൻകടന്നിരിക്കുന്നുവെന്ന് പടപ്പുകളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ തന്റെ സിംഹാസനത്തിന് മുകളിൽ അള്ളാഹു എഴുതി വെച്ചതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. സത്യനിഷേധത്തിലും തന്നിഷ്ടത്തിലും ധിക്കാരത്തിലും മുഴുകിയവർ പോലും അവന്റെ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ സദാ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് തന്റെ കോപത്തെ അതിജയിക്കുന്ന അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ്. ഇതാണ് കാരുണ്യത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചുമുള്ള ഏതാണ്ട് ഒരു ചെറിയ വിവക്ഷ. അതാണ് വിശദീകരിക്കപ്പെട്ടത്. ഇതേ കാരുണ്യവും കരുണയും തന്നെയാണ് ഒരു ഉത്തരവാദിത്വമെന്ന നിലയിൽ ഒരു സമൂഹത്തിൻ്റെ പ്രയാസങ്ങളോടൊപ്പം നിന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സാക്ഷിയായി വയനാട് കഴിഞ്ഞ ദിവസം കണ്ടത്. അവിടുത്തെ മനോഹരമായ ചില ദൃശ്യങ്ങളുണ്ട്. ഒന്ന്, എല്ലാ മനുഷ്യരുടെയും മുന്നിലേക്ക് സ്നേഹത്തിൻ്റെ ഒരു സാന്നിധ്യമായി എത്തിച്ചേരുന്ന ഒരു മനുഷ്യൻ. അവിടേക്ക് എത്തുമ്പോൾ നമസ്തേ, നമസ്കാരം എന്ന് പറഞ്ഞ് തൊഴുകുന്നുണ്ട്. അവർ തൊഴുകുന്നതിന് മറുപടിയായിട്ടാണ് അദ്ദേഹവും അങ്ങനെ കൈകൾ ചേർത്ത് പിടിക്കുന്നത്. അത് കഴിഞ്ഞ് വളരെ സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും ഒരു PR ഇല്ലാതെ ഒരു സ്ത്രീ മുന്നോട്ട് വന്ന് ഞങ്ങളിതൊന്നും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല, ഭയങ്കര സന്തോഷമായി എന്ന് പറയുന്ന ഒരു ഭാവമുണ്ട്. അതിനും അങ്ങനെ ആവട്ടെ എന്ന് മറുപടി പറഞ്ഞ് സാദിഖ് അലി തങ്ങൾ ഒഴിയുകയാണ്. പിന്നൊരു വീട്ടിലാണ്, അതേ വീട്ടിലാണോ എന്നും എനിക്കറിയില്ല, അവർ പ്രാർത്ഥിച്ച പ്രസാദം ഈ പറഞ്ഞ തങ്ങളുടെ കൈകളിലേക്ക് നൽകിയത്. തങ്ങളത് സ്വീകരിക്കുന്നുണ്ട്. അത് സ്വീകരിച്ച് പ്രാർത്ഥനാപൂർവം അത് അങ്ങോട്ട് ശരീരമാസകലം പൂശി എന്നൊക്കെ പറയുന്ന രീതിയിലൊന്നുമല്ലെങ്കിലും അവരുടെ ആ സ്നേഹത്തെയും വിശ്വാസത്തെയും തങ്ങൾ നിരസിച്ചില്ല. എന്തിനു നിരസിക്കണം? കാരണം അവരവരുടെ വിശ്വാസത്തിൻ്റെ ഇഷ്ടത്തോടെ നമ്മളെ പൂജിക്കൊന്നും വിളിച്ചില്ല, പൂജിക്കാനും പറഞ്ഞില്ല, ഇന്ന മന്ത്രം ചൊല്ലാനും പറഞ്ഞില്ല.
അവർ അതിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പങ്ക് ഈ പറഞ്ഞതുപോലെ അവർ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ ആ പ്രകടിപ്പിക്കുന്നതിന് സാക്ഷിയാവുകയോ സാന്നിധ്യമാവുകയോ ചെയ്യുന്നതുകൊണ്ട് എന്ത് ഈമാനാണ് അങ്ങ് പറന്നു പോകുന്നത്, അപ്പുപ്പന്താടി പോലെ, അല്ലെങ്കിൽ അഴിഞ്ഞു വീഴുന്നത്. നമ്മുടെ സമൂഹത്തിൽ കുറേ ആളുകളുണ്ട് അങ്ങനെ വിചാരിക്കുന്നവർ. ഇപ്പോൾ ആരുടെയെങ്കിലും വീട്ടിൽ വിഷുവിന് ചെന്നു, വിഷുക്കൈ നീട്ടം വാങ്ങി അല്ലെങ്കിൽ കൊടുത്തു, അതുകൊണ്ട് ഈമാൻ ഊരി അങ്ങ് അന്തരീക്ഷത്തിൽ കൂടെ പോയി. ഈമാൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യരോടും ചേർന്ന് നിൽക്കാത്ത എന്തോ ഒരു സവിശേഷമായ സാധനമാണെന്നുള്ള രീതിയിൽ മനോരോഗമായി കൊണ്ടു നടക്കുന്നവരുടെ മുന്നിലാണ് സാദുക്കലി തങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത്. പണ്ടും അദ്ദേഹം ക്രിസ്തുമസിന് കേക്ക് മുറിക്കുന്ന ഒരു ചടങ്ങിൽ സാക്ഷിയായതിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങൾ അദ്ദേഹം നേരിട്ടിരുന്നു. പക്ഷേ അതൊന്നും ഈ പറഞ്ഞതുപോലെ അദ്ദേഹം മൈൻഡ് ചെയ്തില്ലെന്ന് മാത്രമല്ല, തൻ്റെ നിലപാട് മാനവികതയുടെയും മനുഷ്യസ്നേഹത്തോടും ചേർന്ന് നിൽക്കുന്ന മനോഹരമായ ദർശനം തന്നെയാണ് എന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു മുണ്ടക്കൈ ചൂരൽമലയിൽ. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയണമെന്ന് വിചാരിച്ചത്. പിന്നെ ഇന്ന് രാവിലെ വാട്സപ്പിലൂടെ ലഭിച്ച ഈ ക്ലിപ്പിലെ സന്ദേശവും